ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ എത്തിക്കഴിഞ്ഞ് നേരെ എനിക്ക് വയർ അപ്സെറ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു, അപ്പം എനിക്ക് പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു ട്രിപ്പ് കയറ്റാം, അതായത് 4-5 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം ഫുൾ ഹോസ്പിറ്റലിൽ കടന്നു. ഉച്ച കഴിഞ്ഞ് എണീറ്റ് വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖമൊക്കെ അങ്ങനെ നല്ല ക്ഷീണിച്ചായിരിക്കുന്നത്. പക്ഷേ ട്രിപ്പിട്ട് മരുന്നിട്ട് കഴിഞ്ഞപ്പോൾ എൻഡറോർജമിന കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേൻ്റെ എൻ്റെ ഒരു ശരിയായി വിശപ്പൊക്കെ വന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക്, തൃശ്ശൂരിട്ടാണ് കല്യാണം. അപ്പം തൃശ്ശൂർ ചാലക്കുടി റോഡിൽ ഞങ്ങളിങ്ങനെ പോയപ്പോൾ പാരഗണിൻ്റെ പുതിയതാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ഔട്ട്ലെറ്റ് കണ്ടു, റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതായത് അഡ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ കോംപ്ലക്സിൽ. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പം എപ്പോഴും പാരഗൺ ബിരിയാണി ഭയങ്കര കേട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം കൊച്ചി വന്നപ്പം ലുലുവിലുള്ള പാരഗണിൽ നിന്ന് കഴിച്ചത്. അന്നേരത്തെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെയും എന്നാലും വേറെ ഒരിടത്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇഷ്ടം പോലെ പാർക്കിങ്ങും ഉണ്ട്, നല്ല ഹൈവേയിൽ തന്നെയാണ്, തൃശ്ശൂർ ചാലക്കുടി ഹൈവേയിലുള്ള പാരഗൺ. അങ്ങനെ പാരഗണിൽ വന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളകത്ത് കയറി. നല്ല തിരക്കായിരുന്നു, അത് കറക്റ്റ് അപ്പോൾ 1 മണിയോ ആയിട്ടുണ്ട്, കറക്റ്റ് സമയം. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നമ്മൾ 2 പേരുള്ള കാരണം പെട്ടെന്ന് സീറ്റ് കിട്ടി. 2 പേര് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറേ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെയും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. പാരഗണിൽ കയറിയ ബിരിയാണിയാണല്ലോ ഓർഡർ ചെയ്തിട്ട്. രേഷ്ണം പറഞ്ഞു, എനിക്ക് വേണ്ട ബിരിയാണി, ഞാൻ ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി വന്നു. ഞാൻ ചിക്കൻ ബിരിയാണി ഹാഫാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പ്രോൺസ് റോസ്റ്റ് അത് ഓർഡർ ചെയ്തു. ഫിഷ് കറി മീലിനകത്ത് കുറേ കറികളുണ്ട് കേട്ടോ. മീൻ കറി, രസം, മീൻസ് അങ്ങനെ എല്ലാ കറികളുണ്ട്. പിന്നെ ഇവരുടെ ഒരെണ്ണം എപ്പോഴും ഒരു മുളകും പുളിയൊക്കെ ഇട്ട് ഒരു സാധനം, ഒരു ചമ്മന്തി പോലെയുണ്ട്, വേറെ ചമ്മന്തിയുണ്ട്, അങ്ങനെ കുറേ അറിയാമല്ലോ, ഫിഷ് കറി മീൽസിൽ കുറേ ഉണ്ട്. പിന്നെ എൻ്റെ ബിരിയാണിയുടെ കൂട്ടത്തിൽ ഒരു പച്ച കളറുള്ള ചമ്മന്തി, എനിക്കത് മാങ്ങ ഇട്ട ചമ്മന്തി, പുളി നല്ല ഉള്ള ചമ്മന്തിയായിരുന്നു. പിന്നെ സാലഡ്, പിന്നെ നമ്മുടെ അവരുടെ ഫേമസ് ഡേറ്റ്സ് പിക്കിൾ, പാരഗൺകാരുടെ ഫേമസ് ആണല്ലോ ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് തന്നെ 2 പേർക്കും കഴിക്കാനുണ്ട്. ക്വാണ്ടിറ്റി നല്ലതായിട്ടുണ്ട്. ഹാഫ് ബിരിയാണിക്കകത്തത് ഒരു വലിയ പീസും, പക്ഷേ റൈസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ഞാനാണ്, എന്നിട്ടും ഞാൻ പാരഗണിലെ ബിരിയാണി അല്ലേ എന്ന് വെച്ച് കഴിക്കാനായിട്ട് കയറി കഴിച്ചു. ബിരിയാണി ഞാൻ പറയാമല്ലോ, സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ പണ്ട് ഇപ്പം ട്രിവാൻഡ്രത്തെ പാരഗൺ അവിടെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, അവിടെ കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല, കൊച്ചിയിലെ ലുലുവിലെ ആ പാരഗണിലെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വന്നിട്ട് ഇപ്പം ഞാനിത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആ നാട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് വെളിയിൽ പോയി കഴിക്കുന്ന ഫുഡ് എനിക്ക് അത് കഴിച്ചിട്ട് ഒരു വാവ് എന്ന് പറയാവുന്ന ഒരു ഫീലും കൊണ്ട് ഒരു സാധാ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി അങ്ങനെ പോലും ഇല്ല കേട്ടോ. എനിക്കറിയത്തില്ല ഞാനിത് റിവ്യൂ ആണെന്നോ, അങ്ങനെ എനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാനൊരു 5 അല്ലെങ്കിൽ 4 കൊടുക്കത്തുള്ളൂ. അതായത് തീരെ അവരുടെ ആ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. അതിലും നല്ലത് നമ്മുടെ കോട്ടയത്തെ മലബാർ കഫേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഞാൻ പിന്നെ ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം. എന്തൊരു നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ, എന്തൊരു നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ രാജേഷിൻ്റെ ഫിഷ് കറി മീൽസ് രാജേഷ് ജസ്റ്റ് ആവറേജ്, അതായത് നോട്ട് ബാഡ് ബട്ട് ജസ്റ്റ് ആവറേജ്. നമ്മൾ ഈ പാരഗൺ എന്നുള്ള ഇതിൽ നമ്മൾ കയറി കഴിക്കുമ്പോൾ അതിൻ്റെ യാതൊരു ഗുണവും എനിക്ക് കണ്ടില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇത് കേട്ടിട്ട് ആരും വിചാരിക്കരുത് പാരഗണിലെ ബിരിയാണി മോശം. എനിക്കിഷ്ടപ്പെട്ടില്ല, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എൻ്റെ ഒരഭിപ്രായമാണ്. എൻ്റെ ടേസ്റ്റ് ബഡിന് അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭയങ്കര കൊതിച്ചാട്ടോ ബിരിയാണി. അത് നമ്മൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ നാട്ടിലെ ബിരിയാണി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമല്ലോ. അങ്ങനെ വന്ന് കയറി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി കേട്ടോ. ഞാൻ പ്രോൺസ് കുഴപ്പമില്ലായിരുന്നു, അതിൻ്റെ മസാലയൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, അത് നമുക്ക് ഗുഡെന്ന് പറയാം. ബാക്കി ബിരിയാണി ഒരു ജസ്റ്റ് ആവറേജ് ബിരിയാണി. ഇവിടുന്ന് എനിക്ക് തോന്നി ഞങ്ങൾ പാക്ക് ചെയ്തൊക്കെ കിട്ടത്തില്ലേ, നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബിരിയാണി ആ ഒരു ടേസ്റ്റ്. ചിക്കൻ പീസിനാണെങ്കിലും അകത്തൊന്നും ഒരു മസാലയും പിടിച്ചിട്ടില്ല, വെള്ള കളറിലിരുന്നു. അതൊന്നും ഞാൻ കഴിച്ചു പോലുമില്ല. ഞാൻ ആ റൈസ് കുറച്ച് പ്രോൺസിൻ്റെ കൂടെ കഴിച്ചു. അതുപോലെ ഫിഷ് കറി മീൽസിൻ്റെ കാര്യം ഓക്കെ. അങ്ങനെ പാരഗണിലെ ബിരിയാണി കഴിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ക്വിക്ക് സർവീസ് ആയിരുന്നു കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ ഫുഡ് വന്നു. പാർക്കിംഗ് ഭയങ്കര നല്ല പാർക്കിംഗാണ്, നമുക്ക് ഇത്ര പേര് വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറയുന്നത് ചാലക്കുടി തൃശ്ശൂർ റൂട്ടിലുള്ള അഡ്ലസ് ഹോസ്പിറ്റൽ കോംപ്ലക്സിലുള്ള പാരഗണിൻ്റെ കാര്യം കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല, ഭയങ്കര വിശാലമായ
പാർക്കിംഗ് ആണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോയി അവിടുന്ന് എത്ര ദൂരമുണ്ട് കുറേ, അതായത് ഇപ്പം ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോൾ ഏകദേശം 2 മണി 1:45 2 മണിയായി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ തൃശ്ശൂർ പോയി. തൃശ്ശൂർ നമ്മൾ എന്ത് ചെയ്ത് ദാസ് കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാസിൽ പോയി. അവിടുത്തെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല 4 സ്റ്റാർ റേറ്റിങ്ങിലുള്ള ഒരു ഹോട്ടലാണ്. പക്ഷെ നല്ല ഹോട്ടലായിരുന്നു. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഇവരുടെ വെഡ്ഡിങ്ങിൻ്റെ സംഗീതം നടക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ കയറി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സംഗീതത്തിന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 4 മണിയായപ്പോൾ ഹോട്ടലിൽ ചെന്നു. 4 മണിയായപ്പോഴത്തേനും ചെന്നു. അവിടെ റൂമെല്ലാം നല്ല നല്ല നീറ്റ് റൂമും നല്ല ബാത്റൂമും എല്ലാം നല്ല കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഈ വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ബുക്കിംഗ് ഇല്ല. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കോംപ്ലിമെൻ്ററി ഇൻക്ലൂഡഡ് ആണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ചില ഹോട്ടലിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അതില്ല കേട്ടോ. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ബുക്കിംഗ് ഉള്ളൂ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഒരു കോർണറിലായിരുന്നു. അവിടുന്ന് നല്ല രസം. നമ്മൾ ആ കർട്ടൻ അങ്ങ് തുറക്കുമ്പോഴത്തേനും ഫുൾ റോഡ്സൊക്കെ കാണാം. നല്ലതായിരുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല ക്ലീൻ, നല്ല നീറ്റ് ആൻഡ് ടൈഡി ബാത്റൂം. അങ്ങനെ അവിടുത്തെ സ്റ്റേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം സംഗീതത്തിൻ്റെ സ്ഥലത്തോട്ട് പോയി. അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ, കാരണം ഞങ്ങൾ എത്താൻ ഒത്തിരി ലേറ്റെന്ന് പറഞ്ഞാൽ അവിടെ ആ റൗണ്ട് അബൌട്ടിൽ കിടന്ന് നമ്മൾ ഒത്തിരി കറങ്ങി. അവിടെ എന്തോ പ്രോഗ്രാം വന്ന് നടക്കുന്നുണ്ടായിരുന്നു, അതായത് 27th ഈവനിങ്. അപ്പം അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറങ്ങി വന്നാൽ നമുക്കത്ര ഫെമിലിയർ ആയിട്ടുള്ള സിറ്റി അല്ല തൃശ്ശൂർ. അതുകൊണ്ട് ഇത് കണ്ടോ, അവിടെ നിന്ന് ആ റൂമിൽ നോക്കുമ്പോൾ വെളിയിൽ ഇങ്ങനെയാണ് കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ റൗണ്ട് അബൌട്ടിൽ കിടന്ന് ഏതോ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂരിലെ ആളുകൾക്ക് അറിയായിരിക്കും, അങ്ങനെ എന്തോ സെലിബ്രേഷനാണ്. അപ്പോൾ എല്ലായിടവും ബ്ലോക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ 2-3 ഫോട്ടോ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോകൾ ഇടുന്നതായിരിക്കും. നാട്ടിലെ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ലക്ഷ്മി.